ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമൻ നാരായണീയത്തിൽ ദശകം 12 വരാഹാവതാരം. സ്വയം ഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീമസമയേ സലിലേ നിമഗ്നാം സ്രഷ്ടാരം മാപശരണം ഭവത് അംഘ്രിസേവ തുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ. ശ്ലോകം 1. സ്വയം ഭുവോ മനുർ അധോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീമസമയേ സലിലേ നിമഗ്നാം സ്രഷ്ടാരം മാപശരണം ഭവത് അംഘ്രിസേവ തുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ. അനന്തരം പ്രജാസൃഷ്ടി തൽപരനായ സ്വയംഭുവു മനു അനവസരത്തിൽ ഭൂമി വെള്ളത്തിൽ താണുപോയത് കണ്ടിട്ട് മുനിമാരോടുകൂടി സത്യലോകത്ത് വിഷ്ണു പാദാരവിന്ദ സേവ നിരതനായി കഴിയുന്ന ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ ഒക്കെ ഉണ്ടാകുമ്പോൾ പിതാവിനെയാണല്ലോ ശരണമടയുന്നത്. അതുപോലെ മനു തൻ്റെ പിതാവായ ബ്രഹ്മാവിനെ ശരണമടഞ്ഞു പറഞ്ഞു, ഭൂമി ജലത്തിലാണ്ടുപോയി, പിന്നെ എവിടെ വച്ച് സൃഷ്ടി നടത്തും? മനു അറിഞ്ഞിരുന്നില്ലല്ലോ ഭൂമിയെയും കൊണ്ട് ഹിരണ്യാക്ഷൻ ജലത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ബ്രഹ്മാവ് വിചാരിച്ചാൽ ഭൂമിയെ വീണ്ടെടുക്കാനാകും എന്ന ഉദ്ദേശത്തിലാണ് ശരണമടഞ്ഞത്. ഇതുകേട്ട ബ്രഹ്മാവും ചിന്താധീനനായി. അദ്ദേഹത്തിന് മനസ്സിലായി ഭൂമി എവിടെയെന്ന്. പക്ഷേ തനിക്കൊറ്റയ്ക്ക് എന്തു ചെയ്യാനാകും? ഒന്നുമാകില്ല. അസുരൻ അത്ര വലിയ പ്രമാണിയാണ്. ബ്രഹ്മാവ് ഉടനെ തൻ്റെ പിതാവും രക്ഷിതാവുമായ ഭഗവാൻ വിഷ്ണുവിനെ സ്മരിച്ചു. എന്തെങ്കിലും വഴി കാട്ടണേ എന്നായിരുന്നു പ്രാർത്ഥന. ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിലേ എന്തു കാര്യവും സാധ്യമാകുമെന്ന് ചിന്തിച്ചിരിക്കണം. ശ്ലോകം 2. കഷ്ടം പ്രജാ സൃജതി മയ്യവ നിർനിമഗ്ന സ്ഥാനം സരോജഭവ കൽപ്പയ തത്പ്രജാനാം ഇത്യേവം യേഷ കഥിതോ മനുനാ സ്വയംഭൂർ അംബോരുഹാക്ഷ തവ പാദയുഗം വിചിന്തീത്. കഷ്ടം പ്രജാ സൃജതി മയ്യവ നിർനിമഗ്നാം സ്ഥാനം സരോജഭവ കൽപ്പയ തത്പ്രജാനാം ഇത്യേവം യേഷ കഥിതോ മനുനാ സ്വയംഭൂർ അംഭൂരുഹാക്ഷ തവ പാദയുഗം വിചിന്തീത്. സ്വയംഭൂ മനു ബ്രഹ്മാവിനോട് പറഞ്ഞു, ഹേ വിധാതാവേ, ഞാൻ പ്രജാസൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കവേ ഭൂമി വെള്ളത്തിലാണ്ടുപോയി. അതിനാൽ പ്രജകൾക്ക് വാസസ്ഥാനം കൽപ്പിച്ചരളിയാലും. അതു കേട്ട ബ്രഹ്മാവ്
എന്തു ചെയ്യേണ്ടുവെന്ന് വിചാരിച്ച അങ്ങയുടെ പദപത്മം ധ്യാനിച്ചു. മനുവിൻ്റെ ദുഃഖപൂർണമായ വാക്കുകൾ ശ്രവിച്ച ബ്രഹ്മാവ് തൻ്റെ രക്ഷിതാവായ വിഷ്ണുദേവനെ മനസ്സിൽ ധ്യാനിച്ചു. ശ്ലോകം 3. ഹാ ഹാ വിഭൂജലം മഹം നിബിംബം പുരസ്താത് അദ്യാഭിമജ്ജതി മഹീ കിം മഹം കരോമി ഇത്തം ത്വത് അംഘ്രിയുഗളം ശരണം യദോസ്യ നാസാപുടാത് സമഭവ ശിശുകോലരൂപീ ഹാ ഹാ വിഭോ ജലം മഹം നിബിംബം പുരസ്താത് അദ്യാഭിമജ്ജതി മഹീ കിം മഹം കരോമി ഇത്തം ത്വത് അംഘ്രിയുഗളം ശരണം യദോസ്യ നാസാപുടാ സമഭവ ശിശുകോലരൂപീ. ഇവിടെ വരാഹ അവതാരത്തെയാണ് വർണ്ണിക്കുന്നത്. ബ്രഹ്മാവ് അങ്ങയെ മനസ്സിൽ ധ്യാനിച്ചപ്പോൾ അവിടുന്ന് ധ്യാനരൂപത്തിൽ മനസ്സിൽ തെളിഞ്ഞു. പ്രസാദിച്ചതിൻ്റെ ഫലമായി ഭഗവാൻ ബ്രഹ്മാവിൻ്റെ നാസാദ്വാരത്തിൽ കൂടി ഒരു കുഞ്ഞു പന്നിയായി പുറത്തു വന്നു, വരാഹമായി അവതരിച്ചു. നമസ്തേ. ശ്ലോകം 4, 5, 6 തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ശ്രീമന്നാരായണീയത്തിൽ 12ാം ദശകത്തിൽ വരാഹാവതാരം ശ്ലോകങ്ങൾ 4, 5, 6 തുടരും നാളെ. നമസ്തേ.